പൊന്നാനി വെളിയങ്കോട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് ഓഫീസ് പരിസരത്ത് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചു. ടോൾ പിരിവിന്റെ പേരിൽ ഹാർബറിൽ നടത്തുന്ന പിടിച്ചുപറിയും കൊള്ളയും അവസാനിപ്പിക്കുക, ആഴക്കടൽ മണൽ ഖനനത്തിനായി പൊന്നാനി തീരദേശത്തെ സമ്പൂർണമായി അദാനിക്ക് തീറെഴുതാനുള്ള നീക്കത്തിനെതിരെയും സാധ്യതാ പഠനവും പുനരധിവാസ പാക്കേജുമില്ലാതെ തീരദേശ നിവാസികളെ തെരുവിലേക്ക് ഇറക്കിവിടുന്ന അശാസ്ത്രീയമായ വികസന പദ്ധതികൾക്കെതിരെയുമാണ് ഉപവാസം സംഘടിപ്പിച്ചത്. KPCC ജനറൽ സെക്രട്ടറി KP നൌഷാദ് അലി ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നമ്മുടെ ഈ സമരം ഈ റോഡ് കഴിഞ്ഞിട്ട് ആ ഹാർബറിലേക്ക് കയറുമ്പോൾ അന്യായമായ ടോൾ പിരിവിനെതിരെയാണ്. ടോളിന്റെ കാലാവധി കഴിഞ്ഞിട്ട് 3 ആഴ്ച ഏതോ ഒരു വിദ്വാൻ അവിടെ നിന്ന് ടോൾ പിരിച്ചുകൊണ്ട് പോയി എന്നാ പറയുന്നത്. അതിന് സർക്കാരിനും പൈസ കിട്ടിയിട്ടില്ല, അയാൾ വീട്ടിൽ കൊണ്ടുപോയതോന്ന് അറിയില്ല, ആരാ പിരിച്ചോന്നും നമുക്കറിയില്ല. അപ്പൊ ഇത്തരത്തിലൊക്കെയുള്ള കോമഡി നടക്കുന്ന ഒരു സ്ഥലമാണിത്. ടോൾ പിരിച്ച് അകത്ത് കയറുന്നു, അകത്ത് കയറി തിരിച്ചു വരുമ്പോൾ MPDയുടെ വണ്ടി കുറെ നേരമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഈ വരുന്നവന്റെ അടുത്ത് നിന്ന് വല്ലതും ഉണ്ടെങ്കിൽ അവരും ഊറ്റിപ്പിഴിയുന്നു. ഇങ്ങനെ ഒരു കോളനി ഭരണകാലത്ത് ഒരു ബ്രിട്ടീഷുകാരനും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ ഈ നാട്ടുകാരോട് പെരുമാറിയ മാതിരിയാണ് ഇപ്പൊ ഈ പിണറായി വിജയന്റെ സർക്കാർ പെരുമാറുന്നത്. സാധാരണ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴെങ്കിലും ശ്രീ മുഹമ്മദ് കുട്ടി, നമ്മുടെ സീനിയർ കോൺഗ്രസ് നേതാവ്, കടന്നു വരുന്ന അദ്ദേഹത്തെ സ്വാധീനമാണ്. ഒന്നിനു പോലും മറുപടി നൽകാതെ അവരെയൊക്കെ വികസന വിരുദ്ധരാക്കി ചിത്രീകരിച്ച് വലിയ തോതിൽ ജനാധിപത്യ വിരുദ്ധ മുഖമാണ് ഇവിടുത്തെ MLAയും ഇവിടുത്തെ CPM-ഉം അതിന്റെ നേതൃത്വവും മുനിസിപ്പാലിറ്റിയൊക്കെ പ്രകടമാക്കുന്നത്. ഏതായാലും മത്സ്യത്തൊഴിലാളികളെ വഴിയാധാരമാക്കി അവരുടെ നിലവിലുള്ള സൗകര്യങ്ങൾക്കൊരു ഒരു ചെറിയ ഒരു മില്ലിമീറ്റർ പോലും പോറലുണ്ടാക്കി ഇവിടെ ഒരു വികസനവും നടക്കാനിടയില്ല. അത്തരത്തിലുള്ള വ്യാമോഹമൊന്നും കാണേണ്ട കാര്യമില്ല. AM അർഫാത്ത് അധ്യക്ഷത വഹിച്ചു. മെഹർഷ കളരിക്കൽ, TK അഷ്റഫ്, K ജയപ്രകാശ്, മുസ്തഫ വടമുക്ക്, KP അബ്ദുൽ ജബ്ബാർ, കബീർ H, യൂസഫ് ഷാജി, M അബ്ദുൽ ലത്തീഫ്, P സക്കീർ, തൗഫീഖ്, S മുസ്തഫ, PT ജലീൽ എന്നിവർ സംസാരിച്ചു.